ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമുക്ക് പത്രമാറ്റിൻ്റെ കഥ, അതായത് 6/4 25 കഥയാണ് കേട്ടോ പറയാൻ പോണത്. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ പോവാണ്, അനന്തപുരിയിൽ എല്ലാവരും കൂടെ നിൽക്കുകയാണ്, നവ്യേനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങ്. അപ്പോൾ എല്ലാവരും പോകാൻ റെഡിയായി നിൽക്കുമ്പോഴേക്കും നമ്മുടെ അബിക്ക് ഒരു ഫോൺ കോൾ വരികയാണ് കേട്ടോ. അപ്പോൾ അബി നോക്കുമ്പോൾ അവളാണ് അനഘയാണ് വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയും, ഈ ചെകുത്താനത്തിന് എങ്ങോട്ട് വിളിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ടേ. അപ്പോൾ ഫോൺ എടുക്കുകയാണ്. ഹലോ അറിയുമ്പോൾ പിന്നെ നീ എന്തിനാ അങ്ങനെ വിളിക്കുന്നത്, എപ്പോഴും ഇങ്ങോട്ട് വിളിക്കുന്നത് എന്തിനാ എന്ന് ചോദിക്കുകയാണ്. ഞാൻ വിളിക്കും, ഇനിയും വിളിക്കും, വിളിച്ചില്ലെങ്കിൽ നീ ഫോൺ എടുത്തില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരികയും ചെയ്യും എന്നൊക്കെ പറയും. അപ്പോൾ പറയും, അവിടുത്തെ ചടങ്ങ് കഴിഞ്ഞോ എന്ന് പറയുമ്പോൾ ചടങ്ങ് കഴിഞ്ഞു, എല്ലാവരും പോവാൻ നിൽക്കുകയാണ് എന്നൊക്കെ പറയും. അപ്പോൾ പറയും, പിന്നെ എന്താണ് നീ എന്തിനാ അങ്ങനെ വിളിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അബി. അപ്പോൾ പറയും, പിന്നെ വിളിക്കാതെ എൻ്റെ ആവശ്യമല്ലേ വിളിക്കേണ്ടത്, ഞാൻ വിളിക്കും, വിളിക്കാതിരിക്കില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ നവ്യ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ പറയും, നീ ഫോൺ വെക്കുക, പിന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ ആലോചിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും നവ്യ അറിയപ്പോൾ നീ ഫോൺ വെക്കുക, ഇത് ഓരോരുത്തർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യാണ് അബി. അപ്പോഴേക്കും അവൾ ഹലോ ഹലോ പറയുന്നുണ്ട്, അപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ നവ്യ വരും. നവ്യ എന്നിട്ട് എന്താ പെട്ടെന്ന് നീ ഇങ്ങോട്ട് പോകുന്നത്, ആരാ നിന്നെ വിളിച്ച് എന്നൊക്കെ പറയും. അതിൻ്റെ ഒരു ഫ്രണ്ടാണ്, നീ എന്തിനാ പോകുന്നത്, അവിടുന്ന് എല്ലാവരും പോകുന്ന നിൽക്കും. പറയും, എനിക്ക് സങ്കടം കൊണ്ട് പോകുന്നതാണ് നവ്യെ, നീ പോകുന്നത് കാണാൻ വയ്യ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നതാണ് പറയും. പിന്നെ നീ എന്തിനാ ഇങ്ങനെ നോണ പറയണ്ട അബി നോക്കും. അപ്പോൾ പറയാം, സത്യമായിട്ടൊന്നും എനിക്ക് കരച്ചിലൊന്നും, ഞാൻ അവിടെ നിന്ന് ഞാൻ കരഞ്ഞു പോവും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇത് വേറെ വല്ലവരും പറയുകയാണെങ്കിൽ ഞാൻ വിശ്വസിച്ചിരുന്നു, നീയാണിത് പറയുന്നതുകൊണ്ട് എനിക്ക് ഒട്ടും വിശ്വാസമില്ല, ഞാൻ പോകാൻ വേണ്ടി കാത്തിരിക്കല്ലേ എന്നൊക്കെ പറയണം. സത്യമായിട്ടും അതെ, ഞാൻ പറയുന്നത് നീ വിശ്വസിക്കുക, എനിക്ക് നീ പോകുന്നത് കാണാൻ വയ്യ എന്നൊക്കെ പറയും. അപ്പോൾ പറയും, നീ പൂവിൻ്റെ പേരും പറഞ്ഞ് ഇവിടുന്ന് പോയിട്ട് നീ എങ്ങടാ പോയത്, നീ പൂവ് കൊണ്ടുവന്നു അതുമില്ല എന്നൊക്കെ പറയും. ഞാൻ ഇനി നിന്നെ കാണാൻ വരുമ്പോൾ ദിവസം 10 മുഴം പൂവും കൊണ്ട് വരാമെന്ന് പറയും. നീ പൂവൊന്നും കൊണ്ടുവന്നില്ലെങ്കിലും വേണ്ടില്ല, നീ എന്നെ ഇടയ്ക്കൊന്ന് കാണാൻ വന്നാൽ മതി എന്നൊക്കെ പറയും. തീർച്ചയായിട്ടും ഞാൻ വരും എന്നൊക്കെ പറയും. അപ്പോൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങളാണെങ്കിൽ എല്ലാവരും ഉണ്ടാവും ഹോസ്പിറ്റലിൽ, അപ്പോൾ നീ മാറി നിൽക്കരുത് എന്നൊക്കെ പറയണേ. ഇല്ല നവ്യേ, ഇല്ല മോളെ എന്നൊക്കെ പറയും. നീ എന്നെ മോളെ എന്നൊന്നും വിളിക്കണ്ട, നീ മോളെ എന്ന് വിളിക്കുമ്പോൾ വേറെ എന്തൊക്കെയാണ് തോന്നുന്നത് എന്ന് പറയും കേട്ടോ നവ്യ. അപ്പോൾ പറയും, നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നത്, നീ ഇപ്പോൾ ഇറങ്ങാൻ നോക്ക്, സന്തോഷമായിട്ട് പോകാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അനന്തപുരി തറവാട്ടിൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളെ അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ജയനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് നയന പോണ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നയനിയും വരികയാണ്. അപ്പോൾ പറയും, പിന്നെ എന്താണ് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, പോകുന്നതൊക്കെ കൊള്ളാം, ഇനിയിപ്പോൾ അധിക നാളൊന്നും അവിടെ നിൽക്കൊന്നും വേണ്ട, ഇവിടെ ആദർശിൻ്റെ കാര്യം കഷ്ടമാവുള്ളൂ, പിന്നെ ഞാൻ കാണണം അവൻ്റെ പിന്നെ വിഷമവും ഇതൊക്കെ. അപ്പോൾ നമ്മളെ നയന പറയും, ഇല്ല ഞാൻ വേഗം വരാമേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് പറയും അപ്പോൾ കനകയും നമ്മുടെ നന്ദു ഇങ്ങനെ നോക്കുകയാണ്, ഇവരെ രണ്ടാളും ഇങ്ങനെ മാറി മാറി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഭാവങ്ങളൊക്കെ. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നമ്മളെ നവ്യേനെയും കൊണ്ട് അബി താഴത്തേക്ക് വരികയാണ്. അപ്പോൾ അതിന് പോകാനുള്ള സമയമായി, ഇറങ്ങാനുള്ള സമയമായി. അപ്പോൾ പറയും, എന്തായാലും പിന്നെ പോയി വരൂ മോളെ, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിച്ച് വിടുകയാണ്. അപ്പോൾ അബിയോടും പറയുന്നുണ്ട്, ഇങ്ങനെ പോയി ഇതാക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് അവർ പിന്നെ പോവുകയാണ്, കാറിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ സംഭാഷണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കാറിൽ കയറി എന്തായാലും നമ്മളുടെ എന്താണ് ഗോവിന്ദനും കനകയൊക്കെ നല്ല അന്തസ്സായിട്ട് കാറൊക്കെ വിളിച്ചിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ എന്തായാലും പിന്നെ 3 ദിവസം ഞങ്ങളെ കൂടെ നിൽക്കട്ടെ, ഇപ്പം മോള് നന്ദു പോവുമല്ലേ, ക്യാമ്പിന് പോവുമല്ലേ, അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കണം, അത് ഒരു സന്തോഷമാണല്ലോ ഇതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ കാറ് കയറി പോവുക. അപ്പോൾ നമ്മളുടെ എന്നാൽ ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ നമ്മളെ നയന പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മറ്റേ ദേവയാനിയുടെ മൊത്തക്ക് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്, ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുക പോട്ടെ എന്നൊക്കെ ഇങ്ങനെ ഉള്ള ആക്ഷനൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് പോവാണ് എല്ലാവരും. അപ്പോൾ പോയി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഇത് കുറേ നയനേനെയും പറയുന്നുമുണ്ട്, നയൻ്റെ വീട്ടുകാരൊക്കെ കുറ്റം പറയുന്നുണ്ടെങ്കിലും. അപ്പോൾ ജലജ എവിടെ നോക്കിയപ്പോൾ ജലജ വരുന്നുണ്ട്. അപ്പോൾ നീ എവിടെ, പിന്നെ നിൻ്റെ മരുമകളാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്, അപ്പോൾ നമ്മുടെ ജാനകീനെ കണ്ണില്ല, നീ എവിടെ എന്നറിഞ്ഞിട്ട് വരുമ്പോഴേക്കും വരികയാണ് നമ്മുടെ ജലജ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ശല്യം, ഇവളുടെ ശല്യം കഴിഞ്ഞ് കിട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഇവരൊക്കെ കൂടെ കാറ് കയറി കഴിഞ്ഞിട്ട് പോണ സമയത്ത് അബി തിരിച്ചു വരുമ്പോൾ അബിയെ മുത്തശ്ശൻ പറയണം അബിയോട്, പിന്നെ
ഞാൻ അവരെല്ലാവരും ഉണ്ടായതുകൊണ്ട് ഞാൻ മിണ്ടാതെ നിന്നതാണ്. നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നീ ഇനിയെങ്കിലും ഒന്ന് പിന്നെ ശ്രദ്ധിക്കണം, അതാണ് ഇതാണ്, നീ ഇങ്ങോട്ടാണ് ഈ പോയിരുന്നത്, അബി നിനക്ക് എൻ്റെ സ്വഭാവം അറിയില്ല എന്നൊക്കെ പറഞ്ഞ ചീത്തറിയില്ല മുത്തശ്ശ, ഞാൻ ഈ ശ്രദ്ധിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങോട്ട് പോവാം. അതിൻ്റെ പിന്നാലെ ജലജിയും പോകും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ദേവയാനിയോട് പറയും, നീ കുറച്ചും കൂടെ മാന്യമായിട്ട് അവരോട് സംസാരിക്കണം ദേവയാനി. പിന്നെ എന്താണ് മോളുടെ വീട്ടുകാരോട് നീ കുറച്ചും കൂടെ നന്നായിട്ട് തന്നെ സംസാരിക്കണം. നീ എന്താ ഇങ്ങനെയൊക്കെ അവരോട് സംസാരിക്കുന്നത്, അവരെന്താ വിചാരിക്കുക എന്നൊക്കെ പറയാണ്. അപ്പോൾ പറയാം, അവരെന്ത് വിചാരിക്കാൻ, ഞാനിങ്ങനെയൊക്കെ തന്നെയല്ലേ അറിയാം, അങ്ങനെ പാടില്ല, നീ മോളെ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയോ. ഇപ്പോൾ പറയും, അപ്പോൾ പിന്നെ നീ അതുകൊണ്ട് അവരോട് മാന്യമായിട്ട് തന്നെയാണ് സംസാരിക്കേണ്ടത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയണം. അതിന് നമ്മളെ ദേവയാനിയൊന്നും മറുപടി പറയുന്നില്ല. അങ്ങനെ ഇവർ പോവുകയാണ്, വണ്ടി കാറിലെടുത്ത് എല്ലാവരും കൂടെ പോവുകയാണ് കേട്ടോ വീട്ടിൽ പോകാൻ. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ ദേവേനെ ആകെ സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ തലയും വെച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവിടെ അങ്ങോട്ട് വരികയാണ് നമ്മുടെ ജയൻ ഇങ്ങനെ നോക്കുകയാണ് അതിശയിച്ചിട്ട്, എന്താ പറ്റിയത് എനിക്ക്, മരുമക്കളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നിനക്ക് ആകെപ്പാടെ എന്തോ മാതിരിയായല്ലോ, നിനക്കെന്ത് പറ്റി, എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറയട്ടോ. അതല്ല ദേവേ, നിനക്കെന്തോ ഒരു വിഷമം പോലെ അറിയുമോ, വിഷമം പോലെ ഇന്നലെ മുതൽ തുടങ്ങിയ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ജോലിയാണ്, അത് അതിൻ്റെ ക്ഷീണം, അല്ലാണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്നെ വെറുതെ വിടുന്നൊക്കെ പറയും. അതല്ല എന്ന് പറയും. അപ്പോൾ പിന്നെന്താ, അപ്പോൾ നയനേൻ്റെ കാര്യമാണ് പറയുക. അപ്പോൾ നയന മോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സത്യം പറഞ്ഞ ഒരാളില്ലാത്ത പോലെയാണ് നയന ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. മോള് പോയപ്പോൾ എന്തോ മാതിരി, വേറെ വല്ലവരും പോവുകയാണെങ്കിൽ പോലും ഇത്ര അനാമികമുണ്ട് അങ്ങനെ ഒരു ഇതേയില്ല. അപ്പോൾ നവ്യ പിന്നെ അങ്ങനെ പോയി നിൽക്കാറുമില്ല. പക്ഷേ നയന മോൾ പോയപ്പോൾ ഈ വീട് ഉറങ്ങിയ പോലെ, അച്ഛനും അമ്മയും പറയുന്ന പോലെ വീട് ഉറങ്ങിയ പോലെ തോന്നുന്നുണ്ട്. അതന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊക്കെ അവൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ വിഷമാണ്, പിന്നെ അവളെ പറഞ്ഞയക്കേണ്ടത് എന്തിനാന്ന് വയ്ക്കും, പിന്നെ പറഞ്ഞയക്കണ്ടേ അവൾ. പിന്നെ എന്താണ്, നീ നന്ദു ക്യാമ്പിന് പോകുന്നവരെ അവരുടെ അടുത്ത് ആരെങ്കിലും വേണ്ട, അവരെല്ലാവരും കൂടെ കുട്ടികളൊക്കെ ഒരുമിച്ചൊന്ന് നിൽക്കട്ടെ, അതല്ലേ വേണ്ടത് എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ അതുമല്ല, ഇപ്പോൾ അവർ ആ പഴയ വീട്ടിൽ നിന്ന് മാറി ഇപ്പോൾ പുതിയ വീട്ടിലല്ലേ ആദർശം എടുത്തു കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ആദർശം ഇപ്പോൾ എടുത്തു കൊടുത്തതാണെങ്കിൽ ഇപ്പോൾ അവരെ പേർക്ക് ആക്കി കൊടുത്തിട്ടുണ്ടാവുന്നു, കൊടുത്തോട്ടെ, അതിനെന്താ എന്ന് പറയും ചെയ്യാൻ. കാരണം മോൾ എന്തുമാത്രം ലക്ഷക്കണക്കിന് രൂപയുടെ ഇതാണ് മോൾ നമുക്ക് ചെയ്തു തരുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും നമ്മൾ ചെയ്താൽ പോരാ, ഇതിലും കൂടുതൽ നമ്മൾ ചെയ്യണം മോളുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടെന്നൊക്കെ പറയാം. അതൊക്കെ സന്തോഷമാണ് ഉണ്ടാക്കുന്നത് ദേവയാനിക്ക്. അപ്പോൾ അവൾ നല്ലൊരു കുട്ടിയാണ് ദേവയാനി, നമ്മുടെ മോള്, നമ്മുടെ മരുമകളല്ല, നമ്മളെ ഗേളായി വരേണ്ട കുട്ടി തന്നെയാണ് നയന എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ അവർക്കുള്ളിൽ സന്തോഷമാണ് നയനെ അങ്ങനെ പറയുന്നതൊക്കെ. അപ്പോൾ പറയാം കൂടെ, നീ കുറച്ചും കൂടെ നന്നായിട്ട് തന്നെ പിന്നെ നയനമോളെ സ്നേഹിക്കണം എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പറയും, എനിക്ക് അത്രയൊക്കെ മതി, ഇനിയിപ്പോൾ അവൻ്റെ വിഷമവും സങ്കടവും കാണാൻ ഞാൻ നിൽക്കണ്ടേ, അത് നീ ശ്രദ്ധിക്കണ്ട, അവനിപ്പോൾ എന്താണ് നയനെ കാണുന്നുണ്ടെങ്കിൽ അവനവിടെ പോയി കണ്ടോളൂ, നീ എന്തിനാ അതൊക്കെ നോക്കാൻ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും, ഞാനൊന്നും പറയുന്നില്ല, എന്താ വെച്ചാൽ ചെയ്തോട്ടെ, ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇതാക്കണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ദേവയാനി. അങ്ങനെ അവിടുന്ന് പിന്നെ എന്താ പറയുക, പിന്നെ മുത്തശ്ശിക്കും എല്ലാവർക്കും നല്ല വിഷമമാണ്, നയന പോയി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ ചെന്ന് അവിടെ നമ്മുടെ നന്ദുവിൻ്റെയും പിന്നെ എല്ലാവരും കാറിലൊക്കെ കയറി ചെല്ലണ സമയത്ത് പറയും, ഇനി നിന്നെ അങ്ങോട്ട് വിടുന്നില്ല, നീ കുറച്ച് ദിവസം ഇവിടെ നിൽക്കും മോളെ, കാരണം നീ അവിടെ പോയി കഴിഞ്ഞാൽ നിൻ്റെ അമ്മായിയമ്മ പിന്നെ എന്താ പറയുക വല്ലാതാണ് നിന്നോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും നയനയോട് കേട്ടോ, അതുകൊണ്ട് ഇനി നീ ഇപ്പോഴൊന്നും പോകണ്ട, നീ കുറച്ച് ദിവസം ഇവിടെ നിൽക്കുക എന്നൊക്കെ പറയും. അപ്പോൾ പറയും, അതിന് നവ്യ പറയും, അമ്മായിയമ്മമാരോ പോകാൻ പറ, അത് ആദർശമായിട്ട് അവളെ കൈവെള്ളയിലാണ് കൊണ്ട് നടക്കുന്നത്, പിന്നെ എന്താണെന്ന് പറയും. എന്നാലും സാരമില്ല, നന്ദുമോൾ പോവല്ലേ, ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് കൂട്ടിയിട്ട് എത്ര കാലമായി, അപ്പോൾ നീ പിന്നെ ഇവിടെ തന്നെ വേണം കുറച്ച് നാൾ എന്നൊക്കെ പറയും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ കനക ബാഗ് കൊടുത്തിട്ട് ബാഗ് അകത്തേക്ക് പോവാണ്, കാരണം ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ശരിയാവില്ല എന്നറിയാം. അങ്ങോട്ട് വേഗം ബാഗ് എടുത്തിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക ചിരിയോട് കൂടി പോവുകയാണ്, കാരണം നമ്മുടെ നയനയുടെ മനസ്സിലേക്ക് ഒരു ഇത് കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ നന്ദു നോക്കുകയാണ് ഇങ്ങനെ നയനേനെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നയന ആകെ വിഷമിച്ച് ഇനിയിപ്പോൾ ഇവിടുന്ന് പറഞ്ഞയക്കില്ലേ, വീട്ടുകാരൊക്കെ കൂടെ പിടിച്ച് നിർത്തുമോ എന്നുള്ള ഒരു ഭയമൊക്കെ ഉണ്ട് നമ്മുടെ നയനയ്ക്ക് കേട്ടോ. അപ്പോൾ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നന്ദു ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ പോകുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നല്ല സുഖമല്ല, തൊണ്ടയ്ക്ക് നല്ല സുഖമല്ല. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന് ഒരു സുഖമല്ല, കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടെ. അപ്പോൾ ഒരു വലിവുണ്ട്, ക്ഷമിക്കുക കേട്ടോ. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കഥ പറഞ്ഞതിലും കുറേ പ്രശ്നങ്ങളുണ്ട്, പിന്നെ നല്ല തലവേദനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക.
അത് എൻ്റെ ചാനൽ അത് രാധാസ് ഫാമിലി കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ. അതുപോലെ എൻ്റെ ചാനലിന് ഒരുപാട് പോരായ്മകളുണ്ട് കേട്ടോ. ഒരു പെർഫെക്റ്റ് ചാനലാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ എന്താ വെച്ചാൽ ജീവിക്കാനുള്ള ജീവൻ മരണ പോരാട്ടമാണ് ഞാൻ ഈ ചാനൽ വെച്ച് ചെയ്യുന്നത്. ഇന്നലെ മുതൽ ആകെ സ്റ്റക്കായിരിക്കണം. എനിക്ക് ഒരു വ്യൂവേഴ്സും കയറുന്നില്ല. എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇതൊന്നും നോക്കാനും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ സഹായിക്കണം പ്ലീസ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും താങ്ക്സ് പറഞ്ഞ് നിർത്തട്ടെ.